ഹായ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പുതിയ കാര്യങ്ങൾ പറയാനോ ഒന്നും അല്ല. ഒരു ക്വസ്റ്റ്യനോ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ നാളെ എക്സാമിന് പോകുമ്പോൾ കഴിഞ്ഞ എക്സാമൊക്കെ കുറച്ച് ടഫായ പിള്ളേരുണ്ടാവാം, സ്റ്റുഡൻസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, വിചാരിച്ച പോലെ എഴുതാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ബട്ട് അതൊക്കെ മറന്നേക്ക് ഇതിലേക്ക് പോവാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒരിക്കലും നിങ്ങൾ ഈസി എക്സാം ആണെന്ന് പ്രതീക്ഷിച്ച് പോരുത്. ഓക്കെ, ബട്ട് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ടിരുന്ന് എഴുതാൻ ശ്രമിക്കാം. മാക്സിമം നിങ്ങൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആദ്യമേ ഒരു കാര്യം ഉറപ്പിച്ചു. നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പാസ്സാവാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് CMA ഫൈനൽ പാസ്സാവാൻ പറ്റും. അപ്പോൾ CMA ഫൈനലിൽ വരുന്ന കേസിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിപ്പീറ്റേഷനാണ് വരും. നമ്മൾ CMA ഫൈനലിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ CMA ഫൈനലിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് സെയിം ടോപ്പിക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ CMA ഫൈനൽ സ്റ്റുഡൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ സെക്കൻഡ് ഗ്രൂപ്പിൽ പഠിക്കുന്നത് അത് തന്നെ അവിടെ കാണാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഫൈനലിനെടുത്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് പോകാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളിപ്പം കേറ്റ് എക്സാം ചെയ്തിട്ട്, അതായത് ഫൗണ്ടേഷൻ ലെവൽ എക്സാം ചെയ്തിട്ട് നിങ്ങൾ നേരെ CMAയുടെ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. എനിക്ക് അവരോട് പ്രത്യേകം പറയാനുള്ളത്, ഈ ലെവൽ വെച്ചിട്ട് നിങ്ങൾ അയ്യോ ഇത് നല്ല ടഫാണല്ലോ അങ്ങനെ വിചാരിക്കുകയും ചെയ്യും. ഒരു കാര്യം ഉറപ്പിച്ചു, എത്ര ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാരത്തോണൊക്കെ എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യാം. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ മേ ബി നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിലെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഈ ഓവർഹെഡ്സ് വേരിയൻസ് ഒക്കെ വരും. അത് വലിയ ബുദ്ധിമുട്ടില്ല. ഈ റീകൺസ്ട്രക്ഷൻ ഒക്കെ വരുമ്പോൾ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അത് അപ്പോൾ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, പിന്നെ ഈ ബഡ്ജറ്റിംഗ് ഒക്കെ ലെങ്തി ക്വസ്റ്റ്യൻ ആയിരിക്കും, ബട്ട് അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കില്ല. ബഡ്ജറ്റ് കൺട്രോളൊക്കെ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങൾ ആദ്യമേ പറഞ്ഞു, നമ്മൾ എപ്പോഴും ക്ലാസ് പറയുന്നതാണ്, ഫസ്റ്റ് നിങ്ങൾ എന്തും ശ്രമിക്കാം ഈ ഡിവിഷൻ പെർഫോമൻസ് മെഷർമെൻറ്റ്, അതേപോലെ ഡിസിഷൻ തിയറി, ഈ ചാപ്റ്ററൊക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ ആദ്യം 40 മാർക്കിന് വേണ്ടി ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 മാർക്കെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റിയാൽ മതി. 20 മാർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സംഷൻ അടിക്കാൻ പറ്റും. ഇത് ചുമ്മാ പറയുന്നല്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ പാസ്സായ പിള്ളേർ 71, 85 മേടിക്കുന്ന പിള്ളേർ നമ്മളെ വിളിച്ച് പറയാറുണ്ട്. അവർ എക്സാം എഴുതുമ്പോൾ ഒരിക്കലും അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. എക്സാം കഴിഞ്ഞിട്ട് ഒരു വാല്യൂഷൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ഈ വാല്യൂ ചെയ്യുമ്പോൾ 100% മാർക്ക്, ഒരു പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആൻസർ ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 6 മാർക്ക് കിട്ടും, മിനിമം 6 മാർക്ക് കിട്ടും. അപ്പോൾ നാളെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഡ്യൂപോണ്ട് അനാലിസിസ്, ലേണിംഗ് കർവ്, നമ്മളെ ഈ മിനി മാക്സ് മിനി, അങ്ങനെ സംഭവം ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, മാക്സിമം ചെയ്തിട്ട് അതിൻ്റെ ടൈം അവിടെ പെട്ടെന്ന് ചെയ്യണം, സ്പീഡ് ചെയ്യണം, ഒരുപാട് ആലോചിക്കും, പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നിങ്ങൾ ക്യാഷ് ബഡ്ജറ്റൊക്കെ വരികയാണെങ്കിൽ അടിപൊളി, ഫ്ലെക്സിബിൾ ബഡ്ജറ്റൊക്കെ വരികയാണെങ്കിൽ നേരെ ബഡ്ജറ്റിംഗിലേക്ക് പോകും. ബഡ്ജറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമേ പറയാം, അതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാമിൽ അതിൻ്റെ ടെൻഷൻ ഉണ്ടാവില്ല. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് ഡൗട്ടില്ല. ലെങ്തി ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാനത് റെഡിയാണ്, ഞാൻ ആൻസർ ചെയ്യാം, അത് നേരെ ഇരിക്കും, അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നേരെ ABC എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കാം. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്ടിവിറ്റി റേറ്റ് മേ ബി അവർ ക്വസ്റ്റ്യന് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി റേറ്റ് കണ്ടുപിടിക്കണം. ആക്ടിവിറ്റി റേറ്റ് കണ്ടുപിടിച്ചിട്ട് ആക്ടിവിറ്റി ഏതൊക്കെ പ്രൊഡക്റ്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതിന്റെ ബേസിൽ എന്ത് ചെയ്യുക, അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ചെയ്യുന്ന കാര്യം. പിന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിൽ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓൾറെഡി നിങ്ങൾ ആക്ടിവിറ്റി ബേസിൽ അലോക്കേറ്റ് ചെയ്യാം. സെയിൽസ് റവന്യൂ കോസ്റ്റിന് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും, നമുക്കറിയാം. സോ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ചെയ്യാം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ. ഇതിലൊന്നും വലിയ അഡ്ജസ്റ്റ്മെന്റ്സ് വരില്ല. ഏതാ, ട്രാൻസ്ഫർ പ്രൈസിംഗ് സെക്കൻഡ് ഗ്രൂപ്പിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ പാസ്സാവാനുള്ള മാർക്കും കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് അവിടെ കയറി വരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലും മാർജിനൽ കോസ്റ്റിങ്ങിലും പോയാൽ മതി. നമ്മൾ ഇത്രയും അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചിട്ട് എക്സാമുകൾ പോകുമ്പോൾ മേ ബി മാർജിനൽ കോസ്റ്റിംഗ് എളുപ്പമായിരിക്കും. അങ്ങനെ വന്ന അറ്റംപ്റ്റ് ഉണ്ട്. നമ്മൾ വെരി അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിച്ച് പോവാണ് എക്സാമിന്, ബട്ട് മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ ബേസിക് ക്വസ്റ്റ്യൻ ചോദിച്ച അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, കഴിഞ്ഞ 2 അറ്റംപ്റ്റ് ആയിട്ട് മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ നല്ല അഡ്വാൻസ്ഡാണ്. മീൻസ് അത് നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഗ്രൂപ്പല്ല, ഫൈനലിന്റെ ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് തന്നെ പ്രതീക്ഷിച്ച് പോയാൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒക്കെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ലാസ്റ്റ് പോയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഈ ഡിവിഷൻ പെർഫോമൻസ് നോക്കുക, അതേപോലെ ഡിസിഷൻ തിയറി നോക്കുക. പിന്നെ നിങ്ങൾ ട്രാൻസ്ഫർ പ്രൈസിങ്ങോ അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങോ ചെയ്യാൻ പറ്റും.
ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് റൂമിൽ ചെയ്തിട്ടുണ്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ എക്സാമിന്, അതേ ടൈപ്പ് വരുള്ളൂ, പുതിയതൊന്നും വരില്ല. അപ്പം അത്രയും കാര്യം അവിടെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഷട്ട് ഡൗൺ പോയിന്റ്, ലിമിറ്റിംഗ് ഫാക്ടറിന്റെ ക്വസ്റ്റ്യൻസ്, ഷട്ട് ഡൗൺ പോയിന്റ്, ലിമിറ്റിംഗ് ഫാക്ടർ, മേക്ക് ഓർ ബൈ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്തു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മാത്രം ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എത്ര അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിലൊക്കെ മേക്ക് ഓർ ബൈയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ഞാൻ ഇന്ന് ഒന്നും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല, പുതിയ ടോപ്പിക്ക് കാര്യങ്ങളൊന്നും പറയുന്നില്ല. നാളെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട കേസ് പ്രസന്റേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം അത് നമ്മൾ സെപ്പറേറ്റ് പഠിച്ചിട്ടില്ലല്ലോ. മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ പേപ്പർ ഒരാൾ നോക്കുന്നുണ്ട്, ഒരു പുള്ളി ഇരുന്നിട്ട് നിങ്ങളെ പേപ്പർ വാല്യൂ ചെയ്യുന്നുണ്ട്. സിസ്റ്റം അല്ല, കമ്പ്യൂട്ടർ അല്ല, ഒരു പുള്ളി ഇരുന്ന് വാല്യൂ ചെയ്യാം. സോ ഒരു ആൻസർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി അത് ആ പുള്ളിക്ക് നോക്കിയാൽ മനസ്സിലായാൽ മതി. നിങ്ങൾ 10 രൂപ എന്ന് അവിടെ എഴുതി വെക്കുമ്പോൾ ആ 10 എങ്ങനെ കിട്ടിയെന്ന് പേപ്പർ കാണിക്കണം. നിങ്ങൾ മൈൻഡിൽ നിന്ന് എടുത്താൽ എഴുതാൻ പാടില്ല. സോ 15 - 10 കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ്, അത് അവിടെ കാണിച്ചു കൊടുക്കണം. 15 - 10 ആണ് അവിടെ 10 രൂപ കിട്ടി. 15 - 5 ആണ് 10 രൂപ കിട്ടി, അത് അവിടെ കാണിച്ചു കൊടുക്കണം. ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് കഴിഞ്ഞ എക്സാം എന്തോ ആയിക്കോട്ടെ, നാളത്തെ എക്സാം നമുക്ക് എക്സംഷൻ അടിക്കണം. ആ മൈൻഡിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, എഴുതാം. നല്ല രീതിയിൽ എഴുതി നോക്കിയേ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, ട്രിപ്പിൾ ഐയുടെ സ്റ്റുഡൻസ് എക്സാം കഴിഞ്ഞിട്ട് പറയായിരുന്നു, സാർ എക്സാം നല്ല ടഫായിരുന്നു, ബട്ട് അവർക്കൊക്കെ എക്സംഷൻ ഉണ്ടായിരുന്നു. ചുമ്മാ പറയുന്നില്ല, നമ്മളെ കോൺടാക്ട് ചെയ്ത പിള്ളേർക്കൊക്കെ എക്സംഷൻ ഉണ്ടായിരുന്നു. അത് നിങ്ങളെ പവർ മാത്രമല്ല, അത് ക്വസ്റ്റ്യൻ ടഫാകുന്ന സമയത്ത് അവർ തന്നെ ഒരു വാല്യുവേഷൻ ഒന്നും ലിബറൽ, സോ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് അവർ വാല്യൂ, അത്ര സ്ട്രിക്റ്റ് ആക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മണ്ടത്തരം കാണിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യും, ടഫുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യും, അറ്റൻഡ് ചെയ്യാനേ ശ്രമിക്കില്ല. അത് മിസ്റ്റേക്കാണ്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് വരിക, ഏതാ നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലേക്ക് വരും. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പാരഗ്രാഫ് ടൈപ്പ് തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 3 കോളം വരയ്ക്കുക. പർട്ടിക്കുലാസ്, ബജറ്റ്, ആക്ച്വൽ. പർട്ടിക്കുലാസിൽ ആകെ 4 ഐറ്റംസ്. ഫിക്സഡ് ഓവർസിൽ എല്ലാ കേസും ചോദിക്കുകയാണെങ്കിൽ 4 ഐറ്റംസ്. ഏതൊക്കെ? നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഫിക്സഡ് ഓവേഴ്സ് എമൗണ്ട്, മെഷീൻ ഹവേഴ്സ് അല്ലെങ്കിൽ ഹവേഴ്സ്, പിന്നെ അതേപോലെ ഡേയ്സ്. 4 കാര്യങ്ങളുണ്ടെങ്കിൽ ഫിക്സഡ് ഓവർഹെഡിലെ എല്ലാ വേരിയൻസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ബേസിക്കായിട്ടുള്ള 3 എണ്ണമാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം കിട്ടിയാൽ മതി. ഫിക്സഡ് ഓവേഴ്സിന്റെ എമൗണ്ട്, നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ടേബിൾ നമ്മൾ വരയ്ക്കണം. ക്ലാസ് റൂമിൽ വരച്ചതുപോലെ പർട്ടിക്കുലാസ്, ബജറ്റ്, ആക്ച്വൽ ടേബിൾ വരക്കുക. അതിന്റെ ബേസിൽ എന്താ പ്രിപ്പയർ ചെയ്ത് കാണിക്കും, വലിയ ബുദ്ധിമുട്ടാവില്ല. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏതാ നമ്മുടെ ഇൻഡിഫറൻസ് പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡിഫറൻസ് പോയിന്റ് ഏതാണ് ബെസ്റ്റ്? മോർ ദാൻ ഫിക്സഡ് ഒരുപാട് എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കുറവുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കുറവുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇൻഡിഫറൻസ് പോയിന്റ് ക്വസ്റ്റ്യൻസ് വരാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ക്വസ്റ്റ്യൻ വരാം. ചെറിയ 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ കയറി വരാം. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്ന അറ്റംപ്റ്റ് ഒക്കെ ആണെങ്കിൽ ഈസിയാണ്. അവർ വലിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പകരം അതിങ്ങനെ ഭാഗങ്ങളായിട്ട് കയറി മുറിച്ച് ചോദിക്കാം. മാത്രമേ ക്വസ്റ്റ്യൻ്റെ A, B, C അങ്ങനെ ചോദിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്, ഇതുവരെ അത് വന്നിട്ടില്ല. സോ ഈ അറ്റംപ്റ്റിൽ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. അതായത് മാർജിനൽ ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിൽ വലിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പകരം അതിൽ 1 by 1 ആയിട്ട് ചോദിക്കാം. ഇൻഡിഫറൻസ് പോയിന്റ് എത്ര, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്ര, ഓരോന്നിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഫൈൻഡ് ഔട്ട് ഡിഫറൻഷ്യൽ കോസ്റ്റ്, റെലവെന്റ് കോസ്റ്റ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി ചോദിക്കാം. തിയറി പഠിക്കണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. തിയറി പഠിക്കേണ്ട ആവശ്യമില്ല. തിയറി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ തിയറി ചുമ്മാ കത്തിയടിച്ചാൽ മാർക്ക് കിട്ടില്ല. ഫുൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് അവിടെ എഴുതി വെച്ചാലേ ടെക്സ്റ്റ് ബുക്കിലെ വാക്ക് വന്നാലേ അതിന് മാർക്ക് കിട്ടുള്ളൂ. സോ തിയറി കോൺസെപ്റ്റ് ബേസ്ഡ് അല്ലാതെ ബാക്കി ഒരു തിയറി നിങ്ങൾ പഠിക്കണ്ട. MCQ ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ MCQ വരുള്ളൂ, പുതിയ MCQ കാര്യമൊന്നും വരില്ല. MCQ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ചിന്തിക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പൊ നാളെ നിങ്ങൾ MCQ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഒരു ആൻസർ നിങ്ങളുടെ മൈൻഡിൽ വരും. അത് വന്നിട്ടുണ്ടെങ്കിൽ അത് സജസ്റ്റ് ഇതിലുണ്ടെങ്കിൽ നേരെ എഴുതിക്കും. ഓപ്ഷൻ വായിക്കുന്ന മുമ്പിട്ട് ഒരു ആൻസർ നിങ്ങളുടെ മുമ്പിലുണ്ട്, അതവിടെ ഉണ്ടെങ്കിൽ നേരെ പോയി എഴുതും. ഓക്കെ, സോ MCQ എഴുതുന്ന മുമ്പിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ആൻസർ മൈൻഡിൽ വരുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക, എന്നിട്ട് ചെയ്താൽ മതി. അതിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് അത് ഇതാക്കിയാൽ മതി. ഓക്കെ, സോ ഇതിൽ നമ്മുടെ ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്ററാണ്. കാരണം ബജറ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് ഇത് 3ഉം റിപ്പീറ്റേഷൻ ആണ്. ബട്ട് ഇതിൽ ആപ്ലിക്കേഷൻ വരും. ആപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് കുറച്ച് വരും, ബട്ട് അത് ടോപ്പിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് കോമൺ സെൻസ്. നിങ്ങളൊരു സിറ്റുവേഷൻ തരും, നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുക, എങ്ങനെയാണ് ചൂസ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആംഗിൾ ചിന്തിച്ചാൽ മതി. ക്ലാസ് റൂം ഒക്കെ മറന്നേക്ക്. ചില കേസിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ആംഗിൾ ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യാം. ഞാനൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. CA ഫൈനലൊക്കെ പഠിക്കുമ്പോൾ ഇപ്പൊ CA ഫൈനലിൽ കോസ്റ്റിംഗ് ഇല്ല,
CA ഫൈനലിലൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയായിരുന്നു. വലിയ ബുക്ക് ഉണ്ടായിരുന്നു, ആ ബുക്ക് കംപ്ലീറ്റ് പഠിക്കും, ബട്ട് ആ ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല. അവിടെ ചെന്ന് നോക്കുമ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് പഠിച്ച കാര്യങ്ങളോ ടെക്സ്റ്റ് ബുക്കിലെ എക്സാം ആണുള്ള ക്വസ്റ്റ്യൻസോ യാതൊരു ബന്ധമില്ല. അവിടെ നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യണം. അപ്പോൾ ചിന്തിക്കുമ്പോൾ PV റേഷ്യോ കിട്ടാൻ വേണ്ടി കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ അങ്ങനെ സംഭവമൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സംഭവം പോലെ കണ്ടിട്ട് അങ്ങ് ചെയ്താൽ മതി. ബട്ട് ഇതൊക്കെ ചെയ്യുന്ന മുമ്പിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് അവിടെ സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാസ്സാവാനുള്ള മാർക്ക് അവിടെ സെറ്റ് ചെയ്തിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് ഒരു 28 മാർക്ക് കറക്റ്റ് അറിയാം, അത് മതി, നിങ്ങൾ പാസ്സായി. കാരണം 28 മാർക്ക് കറക്റ്റ് അറിയാം, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം, അത് 1-2 അഡ്ജസ്റ്റ്മെന്റ്സ് അറിയില്ല. ഞാൻ മാക്സിമം എക്സ്ട്രീം വേസ്റ്റ് ആയിട്ടുള്ള കേസാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും പോസിറ്റീവായി ഇരിക്കണം എന്നൊക്കെ നമ്മൾ പ്രാക്ടിക്കലി പറയും. ബട്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒരു ആവറേജ് സ്റ്റുഡന്റ്, ഇപ്പോൾ കോസ്റ്റിംഗ് നല്ല രീതിയിൽ പേടിയുള്ള ഒരു സ്റ്റുഡന്റിന്റെ ഭാഗത്ത് നിന്നിട്ടാണ്. എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ പറയും മാനേജ്മെന്റ് അക്കൗണ്ടിങ് അടിപൊളി പേപ്പറാണ്, ഞാനൊക്കെ എഴുതാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അങ്ങനെ പറയാൻ പറ്റും. ബട്ട് ഞാനിപ്പം ചിന്തിക്കുന്നത് ഒരു നല്ല രീതിയിൽ ടെൻഷനുള്ള, നല്ല പേടിച്ചിരിക്കുന്ന ഒരു സ്റ്റുഡന്റ്, അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം 28 മാർക്ക് 30 മാർക്ക് ആ റേഞ്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അവിടെ ഉണ്ടാവും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് സെറ്റ് ചെയ്യാം. ഒരു 20 മാർക്കാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ബാക്കി നിങ്ങൾ തോറ്റു കൊടുക്കാൻ പാടില്ല, വിട്ടു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അറിയുന്ന ക്വസ്റ്റ്യൻസ് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ ഏതൊക്കെ പാർട്സ് ആണ് അതൊക്കെ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെപ്സ് മാർക്ക് വന്നോളൂ. അങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ 71-80 മേടിച്ച പിള്ളേരുണ്ട്, ചുമ്മാ പറയുന്നത്. പിന്നെ നമ്മൾ ക്ലാസ് റൂമിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ നല്ല നല്ല ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ആകെ മാർജിനൽ കോസ്റ്റിംഗും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും എക്സ്ട്രാ അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചിന്തിച്ചിട്ട് എക്സാം ചെയ്താൽ. നമ്മൾ ധൈര്യമായിട്ട് ഇരിക്കലാണ്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് പുതിയ കാര്യങ്ങളൊന്നും പറയാനൊന്നുമല്ല, ധൈര്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ട്, രണ്ടാമത്തെ വട്ടം എഴുതാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇത് എങ്ങനെയാണെങ്കിലും ഇതായിക്കോട്ടെ നിങ്ങളെ അവസാന അറ്റംപ്റ്റ്, അങ്ങനെ വിചാരിക്കാം. ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഇതോടുകൂടി തീരണം, ആ രീതി പോവാം എക്സാം ആണ്. ഓക്കെ, ഇനി മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്യില്ല, ആ മൈൻഡിൽ നിങ്ങൾ പോകണം. ഞാൻ CA ഫൈനലിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ ചുമ്മാ പറഞ്ഞല്ല, എറണാകുളത്താണ് ഹോസ്റ്റലിൽ നിന്ന് CA ഫൈനലിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരനുണ്ട് അവിടെ, തൊട്ടപ്പുറത്തെ റൂമിൽ കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ CA പഠിക്കുന്നില്ല കേട്ടോ, അവൻ വേറെ വർക്ക് ചെയ്യുന്ന. അപ്പൊ അവൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, ഇത് അവന്റെ പേര് റിച്ചാർഡ് എന്നാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഇതെന്റെ ലാസ്റ്റ് പോക്ക്, ഇനി ഞാൻ CA ഫൈനലിന്റെ എക്സാം ഞാൻ പോകില്ല, ഇത് ലാസ്റ്റ് പോക്ക്. അപ്പൊ അവനാകെ ടെൻഷൻ അടിച്ച് ഞാൻ നിർത്തി എന്നൊക്കെ. ഞാനത് തീരുമാനിച്ചാണ്, അതോടുകൂടി എക്സാം പാസ്സാവും. സോ ആ എക്സാം പിന്നെ പോയിട്ടില്ല. അതേപോലെ തന്നെ ആയിക്കോട്ടെ, നാളത്തെ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യാം, മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഇനി നമ്മൾ ഏതില്ല, ഇതോടുകൂടി തീരുമാനമാവും, മീൻസ് പാസ്സാവും കേട്ടോ, പാസ്സാവും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ ഒരു ടോപ്പിക്ക് ഒന്നും പറയുന്നില്ല, റിലാക്സ് ചെയ്തിരിക്കുക, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കുക, നാളെ പോവാ, തകർക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.